ലോകവും വേഗമിത ആഗമിക്കാറാ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി. ഈ പാപമിൽ ലോകമിത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തൻ്റെ പാപമിൽ. ഹല്ലേലൂയ, സ്തോത്രം. പാരിടത്തിൽ വന്നു നിന്റെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്ക പെട്ട കൂട്ടമേ, വേഗം ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യും. വീണ്ടെടുക്ക പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. ഈ അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. ഓ, അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൽ ആത്മാവാലെ ശക്തിയായവൻ വേല തീർക്കാം. പുത്രത്വത്തിൽ ആത്മാവാലെ ശക്തിയായി വേല തീർക്കാം. വീണ്ടെടുക്കാം പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. വീണ്ടെടുക്കാം പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. ഹല്ലേലൂയ. ഗുഡരബസന ഗാദലാബലഗദല വീരബദല ഗുഡഗദല കർഷങ്കലാബല വീരബദല ഗദലിക സീന ബോധന സനന്തരാജന വീരബലബദലിക ജാനക ദർശികേരി ഗദനം വരാജന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഊത്തരബല വിനാദര ഗദല കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലവിലെ പറമ്പിലെ അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ ഈ പുതുവർഷത്തിൻ്റെ ഈ ജനുവരി മാസം 30-ാം തീയതി നമുക്ക് ദൈവസന്നിധിയിലെ ദൈവവചന പഠനത്തിനായിട്ടായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആയുസിൻ്റെ ഒരു ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും നീട്ടി തന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പള്ളിക്കവലയിൽ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഒരു ഫോട്ടോ കാണുവാനിടയായി. ഒരു ഫോട്ടോയിലേക്ക് പതിച്ചു. 61 വയസ്സുള്ളൊരു സഹോദരി ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. കത്തോലിക്ക സഹോദരിയാണ്. ഞാൻ ആ വീട്ടിൻ്റെ മുമ്പിലൂടെ പോകാനിടയായി തീർന്നു. അവിടെ അവരുടെ ഡെഡ് ബോഡി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കയറി കാണാനായിട്ടുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് കയറി കാണുവാനിടയായില്ല. കയറി കണ്ടാൽ നല്ലതായിരുന്നു. കാരണം ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം, എൻ്റെയും അവസ്ഥ ഇതാണല്ലോ ദൈവമേ എന്ന് ഓർത്ത് എനിക്കൊന്നുകൂടി വിനയപ്പെടുവാൻ കർത്താവ് ഒരവസരം തരുമല്ലോ എന്നോർത്ത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സന്തോഷ വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. വചനം അത്ര പറയും. നമ്മളെ ഒന്നുകൂടി ഒന്ന് കാണാൻ, കർത്താവേ ഈ പുതപ്പിച്ചിട്ടിരിക്കുന്ന സഹോദരിയെ പോലെ എന്നെ ഒരു ദിവസം പുതപ്പിച്ചിടും. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കൂടുതൽ ഒരുങ്ങാൻ, കൂടുതൽ ഉണർത്തപ്പെടാൻ, കൂടുതൽ ശക്തിയാർജിക്കുവാൻ, ഒരുക്കം പൂർത്തീകരിക്കുവാൻ അത് പ്രയോജനമായി ഭവിക്കുന്നെങ്കിൽ എത്ര നല്ലതാണ്. 61 വയസ്സേ ഉള്ളൂ. ഞാൻ ആ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് 68 ഓടിക്കൊണ്ടിരിക്കുക. 61 സഹോദരി ലോകത്ത് മാറ്റപ്പെട്ടു. ഞാൻ 68-ൽ ഞാനിപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കും. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാനൊരു ഈ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അനേക രാജ്യങ്ങളിലേക്ക് അയച്ച് കർത്താവിൻ്റെ വേല
ചെയ്യണത്. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ അയക്കുന്നെങ്കിൽ എനിക്ക് ദോഷമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതിനുവേണ്ടി ഞാൻ കിടന്ന് തലയിട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിന് ഹിതമെങ്കിലേ നടക്കട്ടെ. ഒരു കാര്യം നിർബന്ധം, ദൈവരാജ്യത്തിലേക്ക് പോകണമെന്നുള്ളത് നിർബന്ധം. അമേരിക്കയിലും ലണ്ടനിലൊന്നും പോയില്ലേലും ദൈവരാജ്യത്ത് പോകണമെന്നുള്ളത് 100% ഉറപ്പ്. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ദൈവഹിത പ്രകാരമുള്ള യാത്രകൾ മതി, അല്ലാത്തൊന്നും വേണ്ട. ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ്. കാരണം സുവിശേഷ വേല എന്ന് പറഞ്ഞ് വളരെ തെറ്റായ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നടത്തുന്നത് പോലെ, സ്തോത്രം, ഈ ചീറിപ്പായുന്ന ഉണ്ട പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാശ്മീരിലാണ് ദൈവം അയക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ പോവുക. അയ്യോ അവിടെ ആയതുകൊണ്ട് പോകണ്ട, വേറെ ഒരിടത്താണെങ്കിൽ പോകാന്നുള്ള ചിന്ത വേണ്ട. എവിടെ അയച്ചാലും ദൈവഹിത പ്രകാരമുള്ള യാത്രകളും ദൈവഹിത പ്രകാരമുള്ള ശുശ്രൂഷകളും ആണ് ഒരു ദൈവദാസൻ ആഗ്രഹിക്കേണ്ടത്. ഞാനും അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ ഹിതം പോലെയൊക്കെ നടക്കട്ടെ. ഈ 2026 ഇത്രത്തോളം ബലത്തോടെ ശക്തിയോടെ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. നമ്മളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞവര്, ശിശുക്കളെപ്പോൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു, 6 മാസമായൊരു കുഞ്ഞിന് കരൾ മാറ്റി വെക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊരു ഒരു കാഴ്ച കാണാനിടയായി. അത് ഇപ്പോഴും നമ്മൾ ചിന്തിച്ചു, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും രോഗികളായിട്ടാണ് പിറന്നു വീഴുന്നത്. സ്തോത്രം. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളെയൊക്കെ എത്രത്തോളം ദൈവം നടത്തുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് വളരെ നന്ദി അർപ്പിക്കേണ്ട സമയമാണ്. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ യുദ്ധഭീതിയുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം എല്ലാവരും ഒന്ന് എടുത്താട്ട് അതിൻ്റെ 13-ാം അധ്യായമാണല്ലോ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്നുള്ള ആ ഭാഗം ആരെങ്കിലും എടുത്തൊന്ന് വായിച്ചാട്ട്. എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ആ ഭാഗം എടുത്തത് വായിച്ചാട്ട്. ആമേൻ. അത് മർക്കോസിന്റെ സുവിശേഷത്തിലാണോ അത് ആ ഭാഗം? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ ചിന്ത കർത്താവ് തന്നു, അതുകൊണ്ടാണ് ഞാനത് എടുത്തൊന്ന് വായിക്കാൻ പോയി. എത്ര അർത്ഥസമ്പുഷ്ടമായ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. മത്തായി 24 അതുണ്ട്. നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കും. സ്തോത്രം. യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ഇപ്പൊ വിഴുങ്ങുമെന്നും പറഞ്ഞ് ഇസ്രയേലും അമേരിക്കയും കൂടി നിൽക്കുക. അവര് പറഞ്ഞ് എന്നാ വിഴുങ്ങുന്ന ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവരും ഇരിക്കുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ എടുക്കണ്ട. അപ്പൊ നമുക്ക് കാര്യം പറഞ്ഞല്ലോ നമ്മളിപ്പോ. നിങ്ങൾ യുദ്ധങ്ങളെയും ശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനം നിറവേറിക്കഴിഞ്ഞു. ലൂക്കോസിലാണ് പറയുന്നത്, അന്ത്യകാലത്ത് എന്ത് വരും? മഹാവ്യാധികൾ. അതൊരു കോവിഡ് കഴിഞ്ഞു. ഇപ്പോഴും മാരക രോഗങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പടിവാതിക്കൽ വന്ന് നിപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ എന്തുമാകട്ടെ, കർത്താവും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങൾ വള്ളി പുള്ളി മാറ്റപ്പെടാതെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നടുവിൽ നമ്മുടെ ദൗത്യം എന്ത്? നമ്മുടെ ഒരുക്കം പൂർത്തീകരിക്കുക. ഉണർന്നിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം. ഈറ്റുമെന്ന് പറഞ്ഞു പ്രസവവേദനയെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇത് ആരംഭമാണെങ്കിൽ സ്തോത്രം, പ്രസവം നടക്കാൻ എത്ര സമയം വേണം? വളരെ കുറഞ്ഞ കാലം മതി. അപ്പൊ ആരംഭമായി കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് കർത്താവ് വന്ന് സഭയെ ചേർക്കും. കർത്താവിന്റെ വരവിൽ പ്രത്യാശയോടെ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവരാജ്യത്തിൽ പോയി സന്തോഷിക്കാം. അല്ലാത്തവരുടെ കാര്യം വളരെ ശോചനീയമാണ്, ദുഃഖകരമാണ്, അപ്പോൾ തന്നെ ഭീഭത്സമാണ്, വേദനാജനകമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 2 നിത്യതയാണ് മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. ഒന്ന് നിത്യ സ്വർഗം, അല്ലെങ്കിൽ നിത്യ നരകം, അല്ലെങ്കിൽ യാതനാസ്ഥലം. ഈ 2 സ്ഥലത്തേക്ക് മനുഷ്യൻ പോകത്തുള്ളൂ. മൂന്നാമതൊരു സ്ഥലമില്ല. സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. മറ്റിതര ഗ്രന്ഥങ്ങളൊക്കെ അതിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് വെച്ച് പുലർത്തുന്നത്. എന്നാൽ സത്യവേദ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും അല്ലാത്ത ദുഷ്ടന്മാരെല്ലാം കൂടി എന്ത് ചെയ്യും? തീപ്പൊയ്കയിലേക്കും തള്ളപ്പെടും എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ
ആ നീതിമാന്മാരുടെ പട്ടികയിലാകുവാനായിട്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ടൈറ്റിലായിട്ട് സ്തോത്രം സ്തോത്രം. എല്ലാവർക്കും ഒരു ധാരണയുള്ളത്, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നാനപ്പെട്ട ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും എന്നൊരു സാധാരണ ഒരു ചിന്താഗതി ഉണ്ട്. എടുക്കപ്പെടും, ശരിയാണ്. പക്ഷേ അതിന് ചില ക്വാളിറ്റികൾ ദൈവവചനം പറയുന്നു. അതിലേക്ക് ആരും വരുന്നില്ല, പലരും വരുന്നില്ല. എടുക്കപ്പെടുവാനൊരു ക്വാളിറ്റി, രൂപാന്തരം പ്രാപിക്കുവാനൊരു ക്വാളിറ്റി. ശ്രദ്ധിച്ച് കേൾക്കണേ, രണ്ട് കാര്യവും സംഭവിക്കുന്നു. ഒന്നുകിൽ രൂപാന്തരം, അല്ലെങ്കിൽ ഉയർപ്പ്. ഈ രണ്ട് കാര്യത്തിനും ഒരു ക്വാളിറ്റി ഉണ്ട്, അതിനൊരു വ്യവസ്ഥകളുണ്ട്, അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻ പുസ്തകം പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരണം. ഈ ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതിലേക്ക് വരണം. ഒരു ഊഹാപോഹം നടത്താതെ. പണ്ട് ഒരു പാസ്റ്ററുടെ മരണശുശ്രൂഷയ്ക്ക് ഞാൻ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ പാസ്റ്റർ അമ്മ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളെയൊക്കെ ചിട്ടയോടെ ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വളർത്തി, കുഞ്ഞുങ്ങളെ വളർത്തി, എന്നെയൊക്കെ വളർത്തി, ശാസിച്ചും തർജ്ജനം ചെയ്തും കുഞ്ഞുങ്ങൾക്കൊക്കെ ബാലശിക്ഷ കൊടുത്തും ഒക്കെ വളർത്തി, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ചർച്ചൊക്കെ നന്നായിട്ടൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ അമ്മമ്മ ഇങ്ങനെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. അതെനിക്കൊരു വലിയ സംശയത്തിനിടയായി. നിശ്ചയമായി ഞാൻ കരുതുന്നു എൻ്റെ അച്ചായൻ നിത്യത്തിൽ ഉണ്ടാകും എന്ന്. അപ്പൊ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്, പ്രസ്താവനയാണ്. നിശ്ചയമായിട്ട് ഞാൻ കരുതുന്നു. അതേസമയത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിൽ തീർച്ചയായും ആ ബയൂല തീരത്ത് ചെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നൊരു പ്രത്യാശയോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് ആകൊള്ളാം. ആ നല്ലൊരു വാക്യം. ഈ കരുതുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? നമ്മൾ കരുതുന്നത് പോലെയും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. കാര്യം നടക്കുന്ന വേറെ നിലയിലായിരിക്കാം. അതുകൊണ്ട് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവവൃത്യൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിട്ട് വനത്തിലേക്ക് വരികയാണ്. അദ്ദേഹം എപ്പോഴും പറയും, നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ തിട്ടപ്പെടുത്തണം. നിത്യതയെക്കുറിച്ച് നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാഹനമൊക്കെ നമ്മൾ അതിൻ്റെ റീടെസ്റ്റ് നടത്താനും പൊല്യൂഷൻ എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചിട്ടയോടുകൂടി ഡയറിയിൽ എഴുതി വെച്ചാണ് നമ്മൾ ചെയ്യുന്നതല്ലേ? അതിന് സംശയമുണ്ടോ? അതിനൊക്കെ ഡയറിയിലൊക്കെ എഴുതി വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, ആയോ, ഇതായോ, പൊല്യൂഷൻ്റെ ആയോ, അതായോ, ഇതായോ എന്നൊക്കെ ഇങ്ങനെ നോക്കി കൃത്യമായിട്ട് ചെയ്യും. കാരണം അതിൽ ഈ ലോക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ വളരെ ഉത്സാഹമുള്ളവരാണ്. ഇല്ലെങ്കിൽ പിടി വീഴും, എന്ത് ചെയ്യാം, ഫൈൻ അടിക്കേണ്ടി വരും എന്നാൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പോലെ നമ്മുടെ നിത്യതയെക്കുറിച്ച് ഓരോ ദിവസം നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് പത്രോസ് പറയുന്ന ഒരു ഭാഷയാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം. ആ പദം വിട്ടു കഴിഞ്ഞാൽ പോയി. ഉറപ്പാക്കണമെന്നുള്ളത് ശരി, അധികം ഉറപ്പാക്കാൻ ശ്രമിക്കുക. എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം, ഉറപ്പാക്കിക്കൊണ്ടിരിക്കണം. ലൈസൻസ് പുതുക്കാൻ, നമ്മുടെ ആധാർ പുതുക്കാൻ, അല്ല പൊല്യൂഷൻ പുതുക്കാൻ, വണ്ടിയുടെ പേപ്പേഴ്സ് ഒക്കെ പുതുക്കുവാൻ, അതുപോലെ കരം പുതുക്കാൻ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. അതങ്ങനെ തന്നെ ആകണം. അതിനേക്കാൾ ഉപരി നമ്മുടെ നിത്യതയെക്കുറിച്ച് എപ്പോഴും നാം ബോധവാന്മാരായിരിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ ഏറ്റവും ഗോൾഡൻ വേർഡ് ഏതെന്ന് ചോദിച്ചാൽ പലരും പല നിലയിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയ പഠനം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 25-ന്റെ 10. ആ വന്നു. ആ വാക്യം ഇപ്പൊ അവസാനം വായിച്ചത്, ഒരുങ്ങിയിരുന്നവർ. ഹല്ലേലൂയ. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി കല്യാണ സദ്യക്ക് ചെല്ലും. അല്ലാത്തവർക്ക് എന്ത് പറ്റി? വന്നു. വായിച്ചോ? ഉറച്ചങ്ങ് വായിച്ചോ? ഈ ഗതികെട്ട അവസ്ഥ നമുക്കുണ്ടാകുന്നു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ആ ഒരു പദം ഉണ്ടല്ലേ. ഞങ്ങൾ അത്ഭുത പ്രവൃത്തി ചെയ്തു, ഞങ്ങൾ മറ്റത് ചെയ്തു, വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. 7:21 കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗ്ഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നു. 22-23 ആ വാക്യങ്ങൾ. പിതാവിന്റെ ഇഷ്ടം ചെയ്യും. അടുത്തോടി ഹല്ലേലൂയ. സ്തോത്രം. വളരെ വീര്യപ്രവൃത്തികൾ. ചെറുതൊന്നുമല്ല.
എൻ്റെ പൊന്നെ, ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്നതൊക്കെ വീര്യപ്രവൃത്തിയാണെന്ന് ആരും ചിന്തിക്കല്ലേ. പട്ടി കുരയ്ക്കുന്ന പോലെ ഇവിടെ നിന്ന് കുരയ്ക്കുന്നതും ഛർദ്ദിക്കുന്നതും. ഞാനൊരു വലിയ മീറ്റിംഗിൽ ചെന്നപ്പോൾ അവിടെ അനൗൺസ് നടത്തുകയാണ്. ഇതെങ്ങനെ പറയാതിരിക്കും ദൈവമക്കളെ? ബൈബിൾ പൊതിഞ്ഞുകൊണ്ട് വന്ന കിറ്റ് പ്രിയപ്പെട്ട ദൈവമക്കൾ ഈ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. എന്തിനാണ് മമ്മയത്? അപ്പം ഞാൻ ചിന്തിക്കുക ഒമിറ്റ് ചെയ്യാൻ ഉണ്ടോ? അപ്പം എന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒമിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഈ ശുശ്രൂഷമാർക്ക് വീട്ടിൽ കൊണ്ടുപോയി തിന്നാൻ. അല്ല പിന്നെ ഞാനെന്ത് പറയാനാ? ഇത്ര ഹീനകരമായ പ്രവൃത്തി. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ആ വിഷയം വരുമ്പോൾ രോഷം കൊള്ളും കേട്ടോ. നിങ്ങൾ ദൈവനാമത്തിൽ ക്ഷമിക്കണേ. കർത്താവിൻ്റെ ശിഷ്യന്മാർ ആരെങ്കിലും അത് ചെയ്തോ? എൻ്റെ ചോദ്യം, ആരെങ്കിലും ചെയ്തോ? ഇവിടെ സജീവസ് പാസ്റ്ററൊക്കെ ശക്തമായിട്ട് പറയുന്ന കാര്യങ്ങളായത്. ആരെങ്കിലും ചെയ്തോ? ഇത് പത്രോസ് ചെയ്തോ? പൗലൂസ് ചെയ്തോ? യോഹന്നാൻ ചെയ്തോ? യാക്കോ? അവരെക്കാളൊക്കെ വലിയവരാണോ അവര്? 10, 25, 30 വയസ്സുള്ള പിള്ളേരിങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇതാ കാര്യം. ഇതാ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷയം. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഗതികെട്ടവന്മാരുടെ കൂടെ പോകാൻ ഒരിക്കലും വന്നിട്ട് വഴി തുറന്നിട്ടില്ല കർത്താവ്. ഒരിക്കലും ഇടയാക്കിയിട്ടില്ല. ഒരിക്കലും പോകാൻ ഇടയായിട്ടില്ല. ഇത് ഊതിപിടുത്തൽ ശരിയാണോ എന്നറിയാൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ഇന്റർനാഷണൽ ഊത്തുകാരൻ വന്നപ്പോൾ ഞാൻ പോയി മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അഭിഷേകത്തിൽ നിറഞ്ഞ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ പുള്ളി വന്ന് പുറകിൽ വന്ന് ഊതുന്നു. സൈഡ് 4 സൈഡിലും ഊതുന്നു. ഞാൻ വീഴുന്നില്ല. അപ്പുറത്തൊക്കെ ഈ ചക്ക പഴുത്ത് വീഴുന്ന പോലെ പൊത്തോ എന്ന് ഓരോന്ന് വീണുകൊണ്ടിരിക്കുക സൗകര്യന്മാരൊക്കെ വീണ്. അപ്പോൾ അവരൊക്കെ പ്രാപിച്ചു. എന്ത് പ്രാപിച്ചോളാം? അന്ന് എനിക്ക് മനസ്സിലായി ഇത് വെറും പക്ക കൾട്ടാണെന്ന് മനസ്സിലായി. അന്ന് മുതൽ മരണം വരെയും ഈ സ്ലേയിങ് സ്പിരിറ്റ് മിനിസ്ട്രി, ഈ ശുശ്രൂഷകള് വചനവിരുദ്ധമാണെന്ന് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് കൽപ്പന തന്നിരിക്കുക. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ദൈവമക്കളെ അത് മനസ്സിലാക്കുക. എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. ഇന്റർനാഷണൽ മുഴുവൻ ഈ വചനങ്ങളൊക്കെ പോകുന്നുണ്ട്, ലോകം മുഴുവൻ. അപ്പം അതുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. അങ്ങനെ പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ കാഹളം ധ്വനിക്കുമ്പോൾ യോഗ്യതയുള്ളവർ പോകുക, നമ്മളിവിടെ കിടക്കും. പിന്നെയും ബൈബിൾ ക്ലാസ്സും പ്രാർത്ഥനയും യോഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അവസാനം നമുക്ക് വേണ്ടി ഒരു കർത്താവ് വരുമെന്നുള്ളൊരു ദൂതുകൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കേട്ടുക. അങ്ങനെ കൈവിടപ്പെട്ടവർക്ക് പോകാൻ വേണ്ടി വേറൊരു ക്രിസ്തു വരും. അവൻ്റെ പേരാണ് ഏത് ക്രിസ്തു. ഇപ്പോൾ വായിക്കാൻ സമയമില്ല. വെളിപ്പാട് പുസ്തകം വീട്ടിൽ പോയിരുന്ന് അതിൻ്റെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിച്ചാൽ പുള്ളിക്കാരനെ കുറിച്ച് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വായിക്കണ്ട സ്തോത്രം. ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ പോകും. അപ്പം അതുകൊണ്ട് നോട്ട് ചെയ്തിട്ട് 13-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. പുള്ളിക്കാരൻ വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അവൻ വന്നിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി ഇതാണ്: നിയമം കഠിനമാക്കും. ഇപ്പം ചില നിയമങ്ങൾ കഠിനമാക്കിക്കൊണ്ടിരിക്കുക. ഈ ഇടയ്ക്ക് പറഞ്ഞിട്ട് 500-ന്റെ നോട്ട് പിന്നെയും പിൻവലിക്കാൻ പോവാം. ഇനി അവസാനം എത്രൻ്റെ നോട്ട് വരാൻ പോകണമെന്ന് അറിയത്തില്ല. നിയമങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ യെശുക്രിസ്തു വന്നു കഴിയുമ്പോൾ നിയമം കഠിനമാക്കും. പിന്നെ അവൻ്റെ ഭരണമാണ്. 190 രാഷ്ട്രങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 190 രാഷ്ട്രങ്ങളിലും 190 തലവന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇവരെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഈ 190 രാഷ്ട്രങ്ങളെയും യേശുക്രിസ്തു ഭരിക്കും. ഒരൊറ്റ മനുഷ്യൻ ഭരിക്കും. കിരാതമായ നിയമമായിരിക്കും ഈ ഭൂമിയിൽ. നമ്മൾ അതിൽ ഭാഗവാക്കുകളാകാതെ നമ്മൾ പോക്കോളിനെ എന്ന് പറയാൻ കൂടിയാണ് ഇന്ന് പോൽക്കാലം ദൈവാത്മാവിൽ എനിക്ക് ഹേമം. നമ്മൾ ആ ഭരണത്തിൻ്റെ കീഴിൽ വരരുതൊരിക്കലും. മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയുന്ന ഗതികെട്ട അവസ്ഥ അന്നുണ്ടാകും. മരണം കൊതിക്കും, മരണം അന്വേഷിക്കും. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം വായിക്കാൻ സമയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വായിക്കാം. ആൻറ്റി വായിച്ചാട്ടെ, നന്നായിട്ട് വായിച്ചാട്ടെ. 9, 10, 11 വാക്യങ്ങൾ ഉറച്ച് വായിക്കണം. ആര് വായിച്ചാലും ഉറച്ച് വായിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം അവിടെ തൊട്ട് തുടങ്ങും. നിങ്ങളുടെ സ്നേഹം ഞാൻ വായിക്കണോ? 9, 10, 11 വാക്യങ്ങൾ. നിങ്ങളുടെ ആമേൻ ആമേൻ ആമേൻ. ആ ആമേൻ.
സ്തോത്രം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അഞ്ചപ്പത്തെ വാഴ്ത്തി നുറുക്കി 5000 പേരെ പോഷിപ്പിച്ച സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ വചനത്തെ വാഴ്ത്തി നുറുക്കി തരണമേ. ഇത് ആത്മീകമായി ഞങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ആത്മീക ഭോജനമായി ഭവിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനത്തിന്റെ പ്രബോധനങ്ങൾ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണം. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ രൂപാന്തരമായി മാറുവാൻ വാട്സപ്പിലൂടെ, ടെലഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും നന്മയും വിടുതലുമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രയോജനമായി ഭവിക്കട്ടെ. സർവമഹത്വവും പിതാവിന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഫിലിപ്പിയ ലേഖനം എന്തുകൊണ്ടും വളരെ മനോഹരമാണ്. എല്ലാ ലേഖനങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത വളരെ നമ്മൾ ഗ്രഹിക്കേണ്ട കാലമാണിത്. സ്തോത്രം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം ഒന്ന് വായിച്ച് ലേഖനങ്ങൾ എന്താണെന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പലരും അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. 17, 14, 37. 1 കൊരിന്ത്യർ 14:37. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു. അടുത്ത എന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. അതെന്താ അങ്ങനെ പറയുന്നത്? കൽപ്പന എന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. ചിലർ പറയാ, ഞങ്ങൾക്ക് ഇതൊന്നും കൽപ്പനയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. വേണ്ട, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പ്രയോഗമില്ലേ? അതിനോട് സാമ്യമാണ് ആ പ്രസ്താവന. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സ് വെച്ച് കേൾക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അള്ളപ്പാടുകളും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ പ്രബോധനങ്ങളും ദൈവം ഒരു മനുഷ്യനെയും അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മളെ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. കർത്താവ് പറയുന്നു, ദൈവദാസന്മാരിലൂടെയോ വചനത്തിലൂടെയോ ഏതെങ്കിലും നിലയിൽ ദൈവം നമ്മൾ സംസാരിക്കുന്നു, അത് ശിരസാ വഹിച്ച് അനുഗ്രഹം പ്രാപിക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം. അല്ല, നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല വാക്യം. ഇവിടെ പറയുന്നത് എന്താ? ഒരുവൻ അത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യണ്ട എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഒരുത്തൻ പ്രവാചകൻ അല്ല താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അപ്പൊ പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ അപ്പോസ്തലന്മാർ തരുന്നത് ദൈവത്തിന്റെ കൽപ്പനകളാണ് എന്ന് പഠിക്കണം. പൗലോസ് മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്തം കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. മത്തായി 28:20 കർത്താവ് പറഞ്ഞു. അപ്പൊ അതാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന വചനങ്ങളൊക്കെ എന്താ? കർത്താവിന്റെ കൽപ്പനകളാണ്. അത് അനുസരിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളും. ഏറ്റവും ശക്തമായൊരു വാക്യം. അത് ഒരിക്കലും നമുക്കത് ഒഴിച്ചു കളയാൻ പാടില്ലാത്ത ഒരു വാക്യമാണ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. വാക്കിനാൽ തന്നത് പ്രവൃത്തി പുസ്തകം, ലേഖനത്തിലൂടെ തന്നത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. എസ്പെഷ്യലി വെളിപ്പാട് 1, 2, 3 കൂടി നമുക്ക് പഠിച്ചനുസരിക്കേണ്ട പ്രമാണം അതിലുണ്ട്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. അങ്ങനെയാണ് എൻ്റെ പഠനം കിടക്കുന്നത്. 2 തെസ്സലോനിക്കർ 2:15 ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ പ്രമാണം. അപ്പൊ അപ്പോസ്തലന്മാർ തരുന്ന കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ അനുസരിക്കണം. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ കർത്താവ് അവരെ ഫലമേൽപ്പിച്ച വചനങ്ങൾ പുതിയ നിയമസഭയുടെ കൽപ്പനകളാണെന്ന് പഠിച്ച് അതനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്ത് പോകാം. വളരെ ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രം ഈ ഉപദേശങ്ങളും വചനങ്ങളൊക്കെ നമ്മൾ കേട്ട് അനുസരിച്ച് ജീവിച്ചോണം. ഇവിടെ ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിന്റെ ആകത്തുക ക്രിസ്തുവിലുള്ള സന്തോഷം, അതിനെക്കുറിച്ച് പൗലോസ് ഒത്തിരി ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം ഞാൻ നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നു. 4-ാം അധ്യായത്തിന്റെ സ്തോത്രം ആ വാക്യത്തിൽ ഇവിടെയുണ്ട്. ഒടുവിൽ അതുകൊണ്ട് എൻ്റെ പ്രിയ
പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിലുള്ള സന്തോഷത്തെക്കുറിച്ചാണ് ഈ ലേഖനം പ്രതിപാദിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ കർത്താവിലുള്ള സന്തോഷം മാത്രമല്ല, മറ്റനവധി വിഷയങ്ങൾ, സ്തോത്രം, ഹിമാലയ പർവ്വതം പോലെ കിടക്കുന്ന സബ്ജക്റ്റുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭക്തനിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. നമ്മൾ സന്തോഷിക്കാനായിട്ട് പൗലോസ് പറയുമ്പോൾ പൗലോസ് ഏതാവസ്ഥയിൽ കിടക്കുക ഒന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കറക്റ്റ്, കാരാഗ്രഹത്തിൽ കിടക്കുക. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുള്ളവർ നമ്മളോട് സന്തോഷിക്കുക. ഇതെന്തൊരു വിരോധാഭാസം! അതെ, ആ ദൈവമനുഷ്യൻ കാരാഗ്രഹത്തിൽ സുവിശേഷ നിമിത്തം റോമൻ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവന് കിട്ടിയ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അവൻ എഴുതി പുതിയ നിയമസഭയെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. ഞാനിവിടെ അല്പസമയം ബന്ധനത്തിലായിരിക്കുന്നെങ്കിൽ എനിക്കിവിടെ ദുഃഖമൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുന്നവനാണ് പൗലോസ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ വകയുണ്ടെങ്കിലേ നമ്മൾ സന്തോഷിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പൗലോസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ കഴിവ് പ്രാപിച്ച, കൃപ പ്രാപിച്ച, ആത്മദർശനം പ്രാപിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ആകത്തുക അത് അങ്ങനെയാണെന്ന് വേദശാസ്ത്രിമാർ പറയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:12, ഫിലിപ്പിയർ 1:12. ഞാൻ പ്രാർത്ഥനയിലേക്ക് വരുന്നുണ്ട്. 9, 10, 11 വരുന്നുണ്ട്. മതി. എനിക്ക് ഭവിച്ചത് എന്താ? ഭവിച്ചത് കാരാഗ്രഹത്തിലായത്, പട്ടിണി കിടന്നത്, അടി കൊണ്ടത്, ഒന്ന് കുറേ 40 അടി. എത്ര അടി? 5 വട്ടം കൊണ്ടു അല്ലേ? അപ്പൊ എത്ര അടിയായി? ഇതെല്ലാം സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ പറയാ. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കഷ്ടപ്പെട്ടത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, നമ്മുടെ അഭിവൃദ്ധിക്ക്. താൻ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ എഴുതി വെച്ച വചനങ്ങൾ വായിച്ച് നമ്മൾ സന്തോഷിക്കുക, പ്രത്യാശയുള്ളവരായി തീരുക. കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയുന്നു. എത്ര ശക്തമായ വചനങ്ങളാണ് അപ്പോസ്തലന്മാർ തരുന്നത്! ഹല്ലേലൂയ! അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, ലേഖനങ്ങൾ നമ്മൾ നിരന്തരമായി വായിച്ചു പഠിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം ഒരു ലേഖനം വെച്ച് നമ്മൾ വായിക്കണം. ഒരു ലേഖനം വെച്ച് വായിക്കണം. വായിച്ചിപ്പോൾ ഈ 16 അധ്യായമുള്ള ലേഖനങ്ങളുള്ളതൊക്കെ 2 ഘട്ടമായിട്ട് വായിക്കാം. ഒരു 8-16, ഒരു ദിവസം 8 അധ്യായം, പിന്നെ അടുത്ത 8. അങ്ങനെ വായിച്ച് പഠിക്കണം. തന്നെയും പിന്നെയും വായിച്ച് ഗ്രഹിച്ച് കഴിയുമ്പോൾ ലേഖനങ്ങളുടെ ആകത്തുക എന്താണെന്നും അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക സത്യങ്ങൾ എന്താണെന്നും അതിൽ അന്തർലീനമായിരിക്കുന്ന ആ മർമ്മം, മിസ്റ്ററി എന്താണെന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. തുടർമാനമായി പ്രാർത്ഥനയോടെ വായിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവവചനവും നമ്മൾ ആഹാരം കഴിക്കുന്നത് ഒരു ദിവസം എത്ര നേരം കഴിക്കും? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരം നിർബന്ധം കഴിച്ചിരിക്കും. പിന്നെ അതിനിടയ്ക്ക് 10 മണിയാകുമ്പോൾ ഒരു സ്നാക്സും ഒരു ചായയും, 3 മണിക്ക് ഇങ്ങനെ. പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ അടിച്ചു വിടും. നമ്മളെല്ലാം അതിനൊന്നും ഒട്ടും പുറകിലില്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അങ്ങനെ തന്നെ വേണം. ഓരോരുത്തരുടെ സ്ഥിതിഗതികൾക്കനുസരിച്ചൊക്കെ ചെയ്തു കൊള്ളുക. എന്നാൽ ഈ വചനം ധ്യാനിക്കുന്നതിന് എത്രത്തോളം നമ്മൾ, ഞാൻ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്തായാലും വായിക്കുന്നുണ്ട്. ദാവീദ് പറഞ്ഞില്ലേ, രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരവും വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പതിവ് ഞാൻ മുടങ്ങാതെ, ചില സമയങ്ങളിൽ മുടങ്ങിപ്പോകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും അതെൻ്റെ ജീവിതത്തിൽ തുടർമാനമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. എത്രത്തോളം നമ്മൾ ഈ വചനം ഭക്ഷിക്കുന്നുവോ, എത്രത്തോളം ഈ വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നുവോ, അതിനനുസരിച്ച് നമ്മൾ കരുത്തന്മാരായി, ശക്തന്മാരായി ദൈവം പ്രാപിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് വചനധ്യാനവും പ്രാർത്ഥനയും ഒഴിച്ചുകൂടാത്തതാണ്. അത് നിശ്ചയമായിട്ട് നമ്മൾ ചെയ്യണം. ഞാൻ ഇനി പൗലൂസിന്റെ പ്രാർത്ഥനയിലേക്ക് വരുന്നു. പൗലൂസ് പറയുന്നു, ഫിലിപ്പിയർ 1:9, 10, 11 വാക്യങ്ങൾ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇപ്പോൾ 2-3 മാസത്തെ ക്ലാസ് ലോർഡ്സ് പ്രേയറും പോൾസ് പ്രേയറും എന്നുള്ള വിഷയമാണ്. അത് ലോർഡ്സ് പ്രേയർ ഞാൻ വിട്ടിട്ട് പോളിന്റെ പ്രാർത്ഥന. ലോർഡ്സ് പ്രേയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാതെയൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ്. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ,
ആ പ്രാർത്ഥനയിൽ പോലും ലോകത്തുള്ള ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ് പ്രത്യേകത. നിന്റെ രാജ്യം, ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. പൗലൂസിന്റെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈ ഭൂമിയിലെ ഒരു കാര്യത്തിന് വേണ്ടി പൗലൂസ് പ്രാർത്ഥിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നില്ല. മുഴുവൻ ആത്മീക കാര്യങ്ങളാണ്. ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥനാ ഭാഗങ്ങളാണ് പൗലൂസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇതെന്നെ ഇളക്കി മറിച്ചൊരു പ്രാർത്ഥനയാണ് ഈ ഫിലിപ്പിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 9, 10, 11 വാക്യം. ഒരു കുഞ്ഞു പ്രാർത്ഥന. എത്ര സെക്കൻഡ് എടുക്കും ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കാനാണെങ്കിൽ? എന്നാൽ ഇതിൽ അന്തർലീനമായിരിക്കുന്ന വ്യാപ്തി എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഈ പ്രാർത്ഥനയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആത്മീയ അർത്ഥം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ഇവിടെ പ്രസംഗിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. എഫേസ്യ ലേഖനത്തിലെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16, 17, 18, 19 പ്രാർത്ഥന, 1-ാമത്തെ പ്രാർത്ഥന. 2-ാം അധ്യായത്തിലെ 3-ാം അധ്യായത്തിലെ അതിൻ്റെ 14, 15, 16, 17, 18, 19, 20, 21 വാക്യത്തിലെ 2-ാമത്തെ പ്രാർത്ഥന. ആ 2 പ്രാർത്ഥനകൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഇനി നമ്മുടെ 3-ാമത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥന. അത് കഴിഞ്ഞ് കൊലോസ്യ ലേഖനത്തിലെ ഒരു പ്രാർത്ഥനയോടും കൂടി ഉണ്ട്. ഈ അപ്പോസ്തലന്മാരുടെ ഈ പ്രാർത്ഥന നമ്മൾ സൂക്ഷ്മം ഒന്ന് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതിപ്പോൾ 3-ാമത്തെ പ്രാർത്ഥനയാണ് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന. സ്തോത്രം. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആത്മീക നിലവാരത്തെ, ആത്മീക ഉന്നമനത്തെയാണ് ഈ പ്രാർത്ഥന ലക്ഷ്യം വയ്ക്കുന്നത്. ഹല്ലേലൂയ.